ഹായ് ഓൾ, ഇന്ന് നമ്മൾ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ ആണ് പഠിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോമാറ്റ് നോക്കാം. ax² + bx + c = 0. അതാണ് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു റിയൽ നമ്പർ ഉണ്ട്, എന്ത്, ആൽഫ. അത് റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? root of the quadratic equation എപ്പോഴാ പറയാ? if a⁴ plus b⁴ plus c = 0 ആണെങ്കിൽ, a⁴ plus b⁴ plus c = 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആൽഫ എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ടാണെന്ന് നമ്മൾ പറയും. ഇതേ ആൽഫനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? സൊല്യൂഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ആൽഫനെ നമുക്ക് ഒന്നുകൂടി പറയാം, സൊല്യൂഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് എന്താണ്? റൂട്ട് ആൻഡ് സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ദ സെയിം. റൂട്ട് എന്ന് പറയുന്നതും സൊല്യൂഷൻ എന്ന് പറയുന്നതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസിൽ സെയിം ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 2x² - 5x + 3 = 0 ബൈ ഫാക്ടറൈസേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നമ്മൾ റൂട്ട്സ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2x² - 5x + 3 = 0 എന്ന് എഴുതാം. അപ്പൊ സ്പ്ലിറ്റിന്റെ മിഡിൽ ടേം വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2x² - 2x - 3x -2x ഉം -3x ചെയ്താൽ -5x കിട്ടും, പ്ലസ് 3 = 0 എന്ന് കിട്ടി കേട്ടോ. 2x × x - 1 - 3 × x - 1 = 0 എന്ന് കിട്ടി. 2x - 3 × x - 1 നമുക്ക് ഉത്തരം കിട്ടും. 2x - 3 × x - 1 = 0 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. x = 3/2 or x = 1 ആണ് നമ്മളുടെ റൂട്ട്സ്. അപ്പം റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആർ 3/2 and 1. ഇതാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 6x² - x - 2 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 6x² - x - 2 = 0 എന്ന് നമ്മൾ എഴുതി വെക്കാം. ആദ്യം തന്ന ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. എന്നിട്ടോ -x ആണ് ഇവിടെ ഉള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 6x² + 3x - 4x. 3x - 4x എന്ന് പറഞ്ഞാൽ -x ആണ്, നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാം. എന്നിട്ടോ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 3x കോമൺ ആയിട്ടുണ്ട്. അപ്പം 2x + 1 മൈനസ് ഇവിടെ അതേപോലെ 2 × 2x + 1 നമുക്ക് കിട്ടും കേട്ടോ. 3x - 2 × 2x + 1 = 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിലോ x = 2/3 or x = -1/2. അപ്പം the roots of the quadratic equation are x = 2/3 and x = -1/2. ഇങ്ങനെ എഴുതി വെക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x² - 2√6x + 2 = 0 എന്ന്. ഇതിന്റെ റൂട്ട്സ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 3x² - √6x - √6x + 2 = 0 എന്ന് എഴുതാം. ഒന്നുമില്ല, 2√6x നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് എഴുതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3x² നമുക്ക് എന്ത് ചെയ്യാം?
root 3 into root 3 x square minus root 2 into root 3 minus root 2 into root 3 x plus root 2 into root 2 equal to 0 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ടോ ഇവിടെ കോമൺ ആയിട്ട് റൂട്ട് 3x ഉണ്ട്. അപ്പം റൂട്ട് 3x നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പം റൂട്ട് 3x മൈനസ് റൂട്ട് 2. ഇവിടെയോ റൂട്ട് കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് റൂട്ട് 3x മൈനസ് റൂട്ട് 2 എന്ന് കിട്ടും ഈക്വൽ ടു 0. എന്നിട്ടോ റൂട്ട് 3x മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3x മൈനസ് റൂട്ട് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് എന്താ പറയുന്നത്, എക്സ് ഈക്വൽ ടു റൂട്ട് 2 ബൈ റൂട്ട് 3 ഓർ എക്സ് ഈക്വൽ ടു എന്താ റൂട്ട് 2 ബൈ റൂട്ട് 3. രണ്ടും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, റൂട്ട്സ് ഓഫ് ദ quadratic equation are root of 2 by 3 and root of 2 by 3. ഇങ്ങനെ എഴുതി വെച്ചാൽ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ പ്രയർ ഹോൾ ഡിസ്കസ് ചെയ്ത്. നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രയർ ഹോളിന്റെ ഡയമെൻഷൻസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എഴുതി വെക്കാം. 2x² plus x minus 300 ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. 2x² plus 25x minus 24x minus 300 ഈക്വൽ ടു 0. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. കേട്ടോ ഇവിടെ 2x² minus 24x plus 25x മൈനസ് 300 എന്ന് നമ്മൾ എഴുതി. ഒന്നുമില്ല, റീഅറേഞ്ച് ചെയ്ത് എഴുതി. കേട്ടോ 2x ഇവിടെ കോമൺ ആയിട്ടുണ്ട്. 2x ഇൻറ്റു എക്സ് മൈനസ് 12. അതേപോലെയോ ഇവിടെ 25 കോമൺ ആയിട്ടുണ്ട്. 25 ഇൻറ്റു എക്സ് മൈനസ് 12 ഈക്വൽ ടു 0. എന്നിട്ടോ 2x പ്ലസ് 25 ഇൻറ്റു എക്സ് മൈനസ് 12 ഈക്വൽ ടു 0 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു എന്താ, മൈനസ് 25 ബൈ 2 or x equal to 12. ഇത് ബ്രെഡ്ത്ത് ആണ്, അപ്പോൾ നെഗറ്റീവ് ആവാൻ പറ്റില്ല. സിൻസ് breadth of the prayer hall cannot be negative x equal to 12. അങ്ങനെയാണെങ്കിലോ ലെങ്ത് ഈക്വൽ ടു എന്തായിരിക്കും, 2 into x plus 1 equal to 2 into 12 plus 1 equal to 25.